നക്കല്ലമയ്യാവു നക്കല്ലമയ്യാവു എന്ന് പറയുന്ന ചില തലതിരിഞ്ഞോറുണ്ട്. അല്ലമയ്യാവു അലൈസല്ലാഹു ബികാഫിൻ നബ്ദ. അല്ലമയ്യാവു അല്ലമയ്യാവലെന്ന് ആര് ചൊല്ലേ? അല്ലമയ്യാവു അല്ലമയ്യാവും ചെല്ലിട്ട് നീ പെണ്ണെട്ടാണ്ട് കിടാവാണും ചെല്ലുന്ന സംഗതി നടക്കും. കോയിറക്കാണ്ട് കോയി പൊരിക്കാണ്ട് ഷവർമ കിട്ടണോ? അല്ലമയ്യാവും ചെല്ലുന്ന നടക്കും. അതിൻ്റെതായ വസീലകളില്ലേ, മാധ്യമങ്ങളില്ലേ, മീഡിയേറ്റർ ഇല്ലേ? അത് അതിൻ്റെതായ വഴിക്ക് പോകണ്ടേ? അല്ലാർക്കും മയ്യാവാത്ത ഞങ്ങൾക്ക് അല്ല മയ്യാവും. അല്ല ഞങ്ങൾക്കും മയ്യാവും. എല്ലാവർക്കും അല്ലന്നെയാണ് വലുത്. അല്ലന്നെയാണ് വലുത്. പക്ഷെ ആ മഹാന്മാര് അള്ളാനെ പിടിക്കണമെന്ന് പറയുമ്പോ മഹാന്മാരെ അളക്കണമെന്ന് ആര് പറഞ്ഞു നിന്നോട്? ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആനാണ് എന്ന് നീ അംഗീകരിക്കണമെങ്കിൽ ആദ്യം പിടിക്കേണ്ടത് മഹാന്മാരെയാണ്. കാരണം ആ മഹാന്മാരാണ് അത് ഖുർആൻ എന്ന് പറഞ്ഞു തന്നെ. അല്ലാണ്ട് ഖുർആന്റെ 30ാമത്തെ ജുസുവിന്റെ 100 ഇടന്ന് ഒരാൾ വന്നിട്ട് പുറത്തൊക്കെ വന്നിട്ട ഇത് ഖുർആൻ നീ എന്നെ പിടിച്ചെല്ലാൻ എന്റെ മിഡിലെന്ന് ഒരാൾ വന്ന ഇല്ലല്ലേ? 50 പറഞ്ഞു ഇത് ഖുർആനാണ്. ഈ ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഇത് അള്ളാന്റെ കലിമാത്തുകളാണ്, ആയാത്തുകളാണ്. ഇത് അള്ളാന്റെ ഖുർആനാണ്, ഇത് അള്ളാന്റെ കലാമാണ് എന്ന് പറഞ്ഞത് മഹാന്മാര്. അപ്പൊ ആദ്യം പിടിക്കേണ്ടത് മഹാന്മാരെയാണ്. പിന്നെ മഹാന്മാർ വേണ്ട നീ അങ്ങനെ പറയൂ? ഖുർആനാണ് എന്ന് നീ വിശ്വസിക്കണമെങ്കിൽ ആദ്യം വിശ്വസിക്കേണ്ടത് മഹാന്മാരെയാണ്. പിന്നെ മഹാന്മാരങ്ങനെ തള്ളിപ്പറയല് അതാ ആദ്യം പറഞ്ഞു. അവരോട് നല്ലൊരു പിരിശപ്പാട് എപ്പോഴും പോണോ? അല്ല ഉസ്താദ് നിസ്കരിക്കാണ്ട് നോമ്പ് നോക്കാണ്ട് അവരോട് പിരിശ വെച്ചിട്ട് എന്തോ പോണം? അങ്ങനെ പിരിശ നോക്കണം ആറ് ചൊന്ന? ഇപ്പൊ നിസ്കരിക്കാണ്ട് നോമ്പ് നോക്കാണ്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കൂടി മയ്യാവുന്ന ആറ് ചൊന്നിട്ടില്ല. ഇനി അങ്ങനെ ആണ് കൂടിയെങ്കിൽ അതിന്റെ ഫലമുണ്ട്. ഇതില്ലാം ചൊന്നിട്ട് അതില്ലാന്നാക്കണ്ട. നീ കുഞ്ഞാന്ന് ഒരാൾ ചെന്ന എങ്ങനെ ഇപ്പൊ കണ്ട കഴിഞ്ഞ തിങ്കളാഴ്ച നോമ്പ് നോക്കിയിട്ട തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത് അയാളെ മിയറാജിന്റെ നോമ്പ് നോക്കീന്. സുന്നത്തായ നോമ്പ് നോക്കിയിട്ട് അയാളെ മിയറാജിന്റെ നോമ്പ് നോക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ വേടാഴ്ച അല്ലേ? കഴിഞ്ഞ വേടാഴ്ച അല്ലേ മിയറാജിന്റെ നോമ്പ്? നിങ്ങൾ നോക്കിട്ടേ നോക്കിയവർക്ക് ഓർമ്മ. നോക്കാത്തവനാണ് ആഴ്ചനാക്കുന്നത്. എപ്പോ അത് കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് ആഴ്ചയോടെ ബാക്കിയുണ്ടെങ്കിൽ ആയിന്താസാൽ നെക്സ്റ്റ് ഇയർ ഞമ്മ നോക്കിട്ടേ. ഞമ്മ ഷെയറാക്കിനെ മാത്രം ഞമ്മ നോക്കിയിട്ടില്ല. ഞമ്മ എന്ത് ഷെയറാക്കിയേ? ഇക്കഴിഞ്ഞ മേറാജിന്റെ നോമ്പ് നോക്കിയെങ്കിൽ അയാൾക്ക് 4 നോമ്പിന്റെ കൂലി ഉണ്ടെന്ന് മെസ്സേജ് വന്നിന്. എല്ലാ ഗ്രൂപ്പിലും വന്നിന്. ഓ ഷെയർ തന്നെ ആക്കിയേ. ഈ കുറിന്റെ നോമ്പ് അളക്കിയിരണ്ട 4 നോമ്പിന്റെ കൂലി ഉണ്ട്, പിടിച്ചോളി. ഷെയർ ഓൻ പിടിച്ച ഈ ഷെയറാക്കിയോ പിടിച്ചിട്ട ഇമാം ഖസാലി തങ്ങൾ ഉദ്ധരിച്ച ഹദീസും വെച്ചിട്ട് ഷെയറാക്കിയ തന്നെ മെസ്സേജ്. ഓ നോമ്പ് പിടിച്ചിട്ടില്ല. ഓന്റെ കഥ അങ്ങനെ. ചില മനുഷ്യന്മാർ കുടിക്കുന്നതിനെ ഇല്ലാണ്ടാക്കി. ഓൻ പറഞ്ഞെന്തറിയോ? കണ്ട കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ടായിന്, അത് പിടിക്കാതെ ഒരാള് മിയറാജിന്റെ നോമ്പ് പിടിക്കുന്നു. നല്ല കഥ. തിങ്കളാഴ്ച നോമ്പ് പിടിച്ചില്ലാർത്തിന് മിയറാജിന്റെ നോമ്പ് നാളെ കൊണുന്ന അതിനെന്തർത്ഥമുള്ള? അപ്പൊ ഈ കണക്കിന് നീ ഇങ്ങനെ ചൊല്ലുമല്ലോ. ഒരാൾ മാരി വിസ്കരിക്കാണ്ട് ഈശ വിസ്കരിക്കുന്നു. നീ എന്തോ പറയും? കണ്ട മാരി വിസ്കരിക്കാണ്ട് ഈശ വിസ്കരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അത് പോയി ആക്കൊടുന്ന കിട്ടിയത് ഈ ആസെറ്റ് ഞാൻ പിടിച്ചോന്നല്ലേ? ഇത് ഉള്ളനികളാക്കണമെന്നാണ് ഓൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ തലതിരിഞ്ഞതല്ല, തലന്റെ ഉള്ളിലുള്ള തിരിഞ്ഞനെ. തലന്റെ ഉള്ളിലുള്ള തിരിഞ്ഞ കുറച്ചാളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും കൂടുതൽ പോകുന്നില്ല. മഹാന്മാരെ നമ്മൾ ആൾക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മൂസാ കലീമുല്ലാഹ് അല്ലാഹുവിന്റെ മുർസലായ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. മൂസാ നബിയുടെ കാലത്ത് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തഫ്സീറിന്റെ കിതാബുകളിൽ പറയപ്പെട്ട സംഭവമാണ്. വെറുതെ പറയുകയല്ല, സനദുള്ള ചരിത്രം തന്നെയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. മൂസാ നബിയുടെ കാലത്ത് ആരാരുമില്ലാത്ത ഒരു മരുഭൂമിയിലെ മരുപ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടു. അയാൾക്കാണെങ്കിൽ ഒരാളുമില്ല, കുടുംബക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, നാട്ടുകാർ അയാൾ അടുപ്പിക്കുന്നില്ല, ഒരാൾക്കും വേണ്ടാത്ത മനുഷ്യനാണ്. അയാൾ മരണപ്പെട്ടു. ആ സമയത്തതാ പടച്ചതമ്പുരാൻ മൂസാ നബിയെ വിളിച്ചിട്ട് പറയുകയാണ്, മൂസാ നബിയെ, ഇന്നാലിന്ന സ്ഥലത്തതാ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അയാളെ നിങ്ങൾ പോയിട്ട് മയ്യത്ത് കുളിപാട്ടണോ? അയാളെ മയ്യത്തിന്റെ എല്ലാ കർമ്മ
കർമ്മങ്ങളും നിങ്ങൾ ചെയ്യണോ, അയാളെ നിങ്ങൾ കബറെടുത്തിട്ട് മറമാടണോ, അയാളെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നേതൃത്വം കൊടുക്കണോ നബിയെ എന്ന് മഹാനായ മൂസാ നബിയോട് പറഞ്ഞത് പ്രകാരം, പറയപ്പെട്ടത് പ്രകാരം മൂസാ നബി അങ്ങോട്ട് ചെല്ലുകയാണ്. പറയപ്പെട്ട സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ, പറയപ്പെട്ട ജാഗയിലെത്ത് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഒരാളവിടെ മരിച്ചു കിടക്കുന്ന അവിടെ ആരുമില്ല, വേഗം പോയിട്ട് ഒന്ന് കുളിപ്പിച്ച് അതിന്റെ ശേഷക്രിയകളൊക്കെ നടത്തിയിട്ട് വേഗം മറമാടണോ. മൂസാ നബി പറഞ്ഞു, അള്ളാന്റെ കൽപ്പനയല്ലേ, അല്ലാഹു തആല വിളിച്ചു പറയുന്നതല്ലേ, പടച്ചറബ് ഒരാളെ മയ്യത്ത് കുളിപ്പിക്കണോ, ഇന്നാലിനാള് ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരു ജാഗല ഒരാൾ മൗത്തായിട്ട് കിടന്നത്, അയാളെ നിങ്ങൾ കുളിപ്പാട്ടണോ, പിന്നുള്ള കാര്യമല്ല ചെയ്തിട്ട് അയാളെ മറമാടണോന്നോ. മൂസാ നബിന്റെ ചെല്ലണമെങ്കിൽ അയാൾ നല്ല അത്ര വലിയ ആളായിട്ട് വേണ്ടേ വേണ്ടേ നീ വ്യാപ്തി പ്രദേശത്തിന്റെ ഉറങ്ങിത്തീരി, നീവേ മൂസാ നബി അല്ല, നീവേ. മൂസാ നബിയോട് ഒരാളെ പറ്റി അങ്ങനെ പറയണമെങ്കിൽ അയാൾ ഒരു വിശിഷ്ട വ്യക്തിത്വം ആകണല്ലോ. മൂസാ നബി പാഞ്ഞു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ അതാ ചുറ്റുഭാഗത്തും മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് ജനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. പക്ഷേ മൂസാ നബി അവിടെ ചെന്നിട്ടതാ മരിച്ചു കിടക്കുന്ന മയ്യത്ത് തുണി മൂടി കിടക്കുകയാണ്. ആ തുണി അങ്ങ് മാറ്റിയിട്ട് മയ്യത്തിന്റെ ശേഷക്രിയ ചെയ്യാൻ, അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ മൂസാ നബി അതാ മയ്യത്തിനെ അങ്ങ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ, മയ്യത്തിനെ തൊടാൻ വേണ്ടി പോകുമ്പോ അവിടെ കൂടിയ ജനങ്ങൾ പറഞ്ഞത് എന്തറിയാ, തൊട്ടുപോകരുത് മൂസാ നബിയേ, ഇയാളെ മയ്യത്ത് കുളിപ്പാട്ടുക, ഇയാളെ മയ്യത്ത് മറമാടുക, ഇയാളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ പള്ളിയിൽ വെക്കുക, ഞങ്ങൾ സമ്മതിക്കല, ഞങ്ങൾ ബുടല. എന്തേ കാരണ അയാൾ അങ്ങനത്തെ നാറിയായിട്ടില്ല, അയാൾ അങ്ങനത്തെ റൗഡിയായിട്ടിരുന്ന മനുഷ്യ, അയാളെ ഹയാത്ത കാലത്ത് അയാൾ ഞങ്ങളെ നേരെ വിട്ടിട്ടില്ല, ഞങ്ങളെ പെണ്ണുങ്ങളെ നേരെ വിട്ടിട്ടില്ല, ഞങ്ങളെ ആൾമാരെ നേരെ നടക്കു വിട്ടിട്ടില്ല. അങ്ങനത്തെ വെറും പോക്കിരിയാണ്, സോമാരിയാണ്, വെറും താന്തോണിയാണ്, തെണ്ടിയാണ്. അയാളെ മരിച്ചുപോയി, അൽഹംദുലില്ലാ, ഞങ്ങ സലാമത്തായ, ഞങ്ങ ജാഗ്രതായ. അയാളെ മയ്യത്ത് ഊടമേ ചത്തിട്ടല്ല പോയ, അത് ഊടമേ ചീഞ്ഞിട്ട് നാറിയിട്ട് പുളുവായിട്ട് ഊടമേ പോണോ. നിങ്ങൾ തൊടകൊതിറ, തൊട്ടങ്ങ് ജാഗ്രത. ആരുടെ ചെന്നോ? മൂസാ നബിന്റെ. മൂസാ നബി കേൾക്കുമ്പോ ഗാബരിയായി, അത്ഭുതപ്പെട്ടു. കാരണം എന്ത്, പടച്ചോനാണ് എന്നെ പറഞ്ഞയച്ചത്, ഈ മയ്യത്തിങ്ങൾ ഇങ്ങനെ ഇന്ന ജാഗിൽ മരിച്ചു കിടന്നിട്ടുണ്ട്, കൊണ്ടുപോകണം, എടുക്കണം, കുളിപ്പിക്കണം, മറമാടണം ഒക്കെ. നാട്ടുകാരാണെങ്കിൽ കയ്യിൽ ദൊണ്ണയും കത്തിയും പിടിച്ചിട്ട് തൊട്ടങ്ങ് ജാഗ്രത എന്ന് പറയും. തൊടങ്കാലം ഇതെന്ത് കഥ? അയാളെ ഹിസ്റ്ററി നാട്ടുകാർ ചെന്നാറില്ലേ, റായത്തങ്ങ് ചെന്നാറില്ലേ, നിങ്ങ വന്നിട്ട് കുളിപ്പാട്ടുന്നൊക്കെ താളം തല്ല ഇത്. ഇയാൾ മരിച്ചത് ചാൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ മരിപ്പാട്ടത്ത അയാൾ ഊടമേ ചീഞ്ഞിട്ട് പോണോ, അയാൾ തൊടുതീറ, അയാൾ അങ്ങനത്തെ ആള് അത്ര കുറ്റക്കേടാക്കിയ അയാൾ. എല്ലാരും സല്ലാനത്തെ കേട്ട ആള്, എല്ലാരും ഉപദ്രാക്കിയ ആള്, ആർക്കും വേണ്ടാത്ത ആള്, എന്നെ അയാളെ തൊടുതീറ. ഇതെല്ലാം ആയിട്ടാകുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത ബേജാറായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ അത്ഭുതത്തോടെ, വളരെ ബേജാറോടെ, ഇങ്ങനെ ഹൈറാനത്തായി നിൽക്കുമ്പോഴാണ് പടച്ച തമ്പുരാനതാ അറിയിക്കുകയാ ജിബ്രീൽ മുഖേന മൂസാ നബിയെ. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് സമാധാനിപ്പിച്ച ആ ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച, അയാളെ മയ്യത്ത് നിങ്ങൾ എടുക്കണം കേട്ടോ. എന്തുകൊണ്ടറിയാമോ? എന്തുകൊണ്ട്? മൂസാ നബി ചോദിച്ചു, എന്തുകൊണ്ട്? നാട്ടുകാർ പറയുന്നത് അയാൾ തരികിടയാണെന്നാണ്, റൗഡിയാണെന്നാണ്, പോക്കിരിയാണ്, സോമാരിയാണ്, തെണ്ടിയാണെന്നാണ്, ആർക്കും വേണ്ടാത്ത മനുഷ്യനാണ്, നാട്ടുകാരെല്ലാവരും കൈയൊഴിഞ്ഞ മനുഷ്യനാണ്. പിന്നെ എന്തുകൊണ്ട് എന്നോട് അയാൾ കുളിപ്പിക്കാൻ പറയുന്നു എന്ന് മൂസാ നബി ചോദിച്ചപ്പോ പടച്ചറബ് പറഞ്ഞത് എന്തറിയാ? അതേ മൂസാ നബിയെ, നാട്ടുകാർ പറഞ്ഞതുപോലെ സംഗതി നേരെന്നെയാണ്. അയാള് തെമ്മാടിയാണ്, റൗഡിയാണ്, പോക്കിരിയാണ്, വെറും കള്ളനാണ്, ജാമകള്ളനാണ്, എല്ലാം ശരിയാണ് നബിയെ. എന്നാലും നബിയെ, അയാളെ നിങ്ങൾ കുളിപ്പിക്കണോ, അയാളെ നിങ്ങൾ മറമാടണോ, അയാളെ അനന്തര ശേഷക്രിയകൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണോ, അയാളങ്ങനെ ബുടന്റെ നബിയെ, അയാൾ
അയാളെ റായത്തങ്ങ് പിന്നെ നാട്ടുകാർക്ക് വേണ്ടാത്ത ആളായെങ്കിലോ, എല്ലാരും വലിച്ചെറിഞ്ഞ മനുഷ്യനാണെങ്കിലോ, എല്ലാരും സല്ലാണത്തിടുന്ന ആളാണെങ്കിലും എനിക്ക് അയാളെ വേണ്ടപ്പെട്ടവനാണ്. പടച്ച റബ്ബ് പറഞ്ഞപ്പോ മൂസാ നബി ചോദിക്കുകയാ, പടച്ച റബ്ബ് നിനക്ക് വേണ്ടപ്പെട്ടവനാകാൻ ആ തെമ്മാടി ചെയ്ത നന്മ എന്താ? അയാൾ എന്താ അങ്ങനത്തെ ഒരു നല്ല കാര്യം എടുത്തോ? അയാൾ എന്ത് നല്ല പണി എടുത്തോ? അയാൾ ആർക്കും വേണ്ട, അയാൾ ആർക്കും വേണ്ടാത്ത മനുഷ്യൻ, വെറും ബെടക്ക്, വെറും തമ്മാടിയായ മനുഷ്യൻ. നീ ചൊല്ല അയാൾ നക്ക് വേണ അയാള്. എന്താ അമല അയാൾ എടുത്തത്? എന്താ അമല എടുത്തത് അയാൾ? എന്ത് സൽക്കർമ്മം അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചപ്പോ പടച്ച തമ്പുരാൻ പറഞ്ഞു, ഒരമലും അയാൾ ചെയ്തിട്ട. ആ മനുഷ്യ മരിച്ചു കിടക്കുന്ന ആള് ഒരമലും ചെയ്തിട്ടില്ല, ഒരമലും ചെയ്തിട്ടില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ആ തമ്മാടിയായ മനുഷ്യൻ പറഞ്ഞ 2 വാക്ക്, 2 കെലിമത്ത്, 2 പളക്ക, അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അയാളെ തെറ്റുകളെ പുറത്തു, നിങ്ങളെ കൊണ്ട് ഞാൻ അയാളെ ആദരിച്ചു. അയാള് ഒരു നന്മയും ചെയ്തിട്ടില്ല, അയാളെ ജിന്ദഗി ഫുള്ള് ബർബാദാണ്, തെറ്റുകുറ്റങ്ങൾ മാത്രമാണ്. ഒരു നന്മയുടെ പടി പോലും അയാൾ കയറിയിട്ടില്ല, നല്ല കാര്യങ്ങളുടെ 4 അയലത്ത് പോലും അയാള് പോയിട്ടില്ല. പിന്നെ അയാള് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ 2 പളക്ക, 2 പഴക്ക, 2 കെലിമത്ത്, അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നബിയേ. അതുകൊണ്ട് ഞാൻ അയാളെ കൈവിട്ടില്ല നബിയേ, നിങ്ങളും അയാളെ കൈവിടരുത് നബിയേ. ഏതറിയുമോ അയാള് പറഞ്ഞ വിഷയം? മരിക്കുന്നതിന് മുമ്പ് അയാള് സാധാരണ പറഞ്ഞിരുന്ന 2 വാക്ക് എന്തറിയുമോ? അല്ലാഹു പറയുകയാണ് മൂസാ നബിയോട്, മൂസാ നബിയെ അയാൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, അതായത് ഉഹിബ്ബുസ് സാലിഹീന വഇല്ലം യകു സാലിഹാ വഉബഇലുൽ മുൻഫാസിഖീന വഇന്നകു ഫാസിഖാ. അയാൾ പറഞ്ഞ 2 വാക്കാണ്. മരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞിരുന്ന 2 വാക്ക്, 2 കലിമത്ത്. എന്താ അതിന്റെ അർത്ഥം? ഉഹിബ്ബുസ് സാലിഹീന വഇല്ലം യകു സാലിഹാ. എനിക്ക് നല്ലോറട്ട വലിയ പിരിശപ്പാടുണ്ടോ, ഞങ്ങളോട് എനിക്ക് വലിയ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ ഞങ്ങളെ നല്ലോണം പിരിശം വെക്കുന്ന മൂസാ നബിനെ പോലെയുള്ളവരെ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ ഞാൻ നല്ലോണം ഇഷ്ടപ്പെടുന്നു. അവരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ സ്വാലിഹല്ല, ഞാൻ ബിൽക്കുൾ സ്വാലിഹല്ല. അത് നിനക്ക് ഉറപ്പുണ്ടോ? നിനക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ നല്ലവനല്ല, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. എന്നാലും നല്ലത് ചെയ്ത സ്വാലിഹീങ്ങള്, നല്ലവരായ സ്വാലിഹീങ്ങള്, അല്ലാഹുവിന്റെ ഔലിയാക്കള് എനിക്കിഷ്ടമാണ്. തമ്മാടികളെ ഞാൻ വെറുക്കുന്നു, കുറ്റവാളികളെ ഞാൻ വെറുക്കുന്നു. ഞാൻ ഫാസിഖാണെങ്കിലോ, ഞാൻ തമ്മാടിയാണെങ്കിലോ, ഞാൻ വെറും കുറ്റവാളിയാണ്, ഞാൻ വെറും മോശക്കാരനാണ്, ഞാൻ എന്തിനും വേണ്ടാത്ത മനുഷ്യനാണ്, ഒരു നന്മയും ചെയ്യാത്തയാളാണ്. എന്നാലും തെറ്റ് കാണുന്നവരെ കാണുമ്പോ എനിക്ക് വല്ലാത്ത വെറുപ്പാട്. ഈ 2 വാക്ക് അള്ളാഹ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് അയാൾ പറഞ്ഞത്? സ്വാലിഹീങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സ്വാലിഹല്ല, ഞാൻ സ്വാലിഹല്ല. എന്നാലും നല്ലവരെനിക്ക് വലിയ ഇഷ്ടം, ഞങ്ങളെല്ലാം എനിക്ക് വലിയ ഇഷ്ടം. അവരോട് വലിയ മഹബത്തുണ്ട്, വലിയ പിരിശപ്പാടുണ്ട്, അവരോട് വലിയ ആദരവുണ്ട്. അവരെ നല്ലോണം ആദരിക്കണം. അവരവിടെ വന്നിട്ട് മൊബൈലിലും ഉണ്ടെന്നോ കൂറ്റും കൗജാക്കുന്ന അതൊന്നും ശരിയല്ല. അവിടെ നല്ലൊരു ബഹുമാന ആദരവെല്ലാം വേണം. അതൊരു മുബാറക്കായ സ്ഥലമല്ലേ, മഹാന്മാർ കിടക്കുന്ന സ്ഥലം മുബാറക്ക അല്ലേ?